നിങ്ങൾ സ്ഥിരമായിട്ട് മലബന്ധം കൊണ്ട് ബുദ്ധിമുട്ടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ നോമ്പ് എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെള്ളം കൂടി നമ്മൾ ഒരിക്കലും കുറക്കാൻ പാടില്ല. നോമ്പ് എടുത്ത് നോമ്പ് അത്താഴം വരെയുള്ള സമയങ്ങളിലെ ഇടവേളകളിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ നമ്മൾ വെള്ളം അത്യാവശ്യം കുടിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നോമ്പ് തുറക്കുന്ന സമയങ്ങളിൽ ജലാംശം കൂടിയ തണ്ണിമത്തം പോലെയുള്ള, ഓറഞ്ച് പോലെയുള്ള, കുക്കുംബർ പോലെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ കഴിയുന്നതും ബ്രൗൺ റൈസ്, ഓട്സ് പോലെയുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം അതിലെല്ലാം നമുക്ക് വേണ്ട അളവിലുള്ള ഒരു ഫൈബർ കണ്ടന്റ് അതിലും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പിൾസ് ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ പോലെയുള്ള വാട്ടർ കണ്ടന്റ്, ജലാംശം കൂടിയ തണ്ണിമത്തം അല്ലെങ്കിൽ ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ആപ്പിൾസ് ഉപയോഗിക്കാം. പിന്നെ ഫിക്സ് ഉണ്ടല്ലോ, നമ്മൾ അത്തിപ്പഴം എന്നൊക്കെ പറയുന്നത്, അതും നമ്മളെ മലബന്ധത്തിന് കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ഫ്രൂട്ട്സ് ആണ് ഉള്ളത്. പിന്നെ വെജിറ്റബിൾസ് നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ അത്താഴത്തിനൊക്കെ വെജിറ്റബിൾസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബീൻസ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ക്യാരറ്റ്, ഇലക്കറികളെല്ലാം അത്താഴത്തിന് പ്രത്യേകിച്ച് എന്താണ് നമ്മൾ ഈ ഒരു സമയത്ത്, നോമ്പിന്റെ സമയത്ത് മലബന്ധമുള്ള ആൾക്ക് പ്രത്യേകം ഉപയോഗിക്കുന്നത് നിർബന്ധമാണ്. അതേപോലെ തന്നെയാണ് പിന്നെ ചെറിയ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാറുണ്ട്. ഈ ഫിസിക്കൽ ആക്ടിവിറ്റി, ചെറിയ രൂപത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ബവൽ മൂവ്മെന്റിനെ കൂടുതൽ എന്താണ് ശക്തമാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മലം പോകാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. മലബന്ധം കുറയാൻ വേണ്ടി സഹായിക്കുന്ന ചെറിയ ചെറിയ രൂപത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോമ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ മാറുന്നില്ലെങ്കിൽ കൃത്യമായ രൂപത്തിലുള്ള ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിക്കുക. ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ സാധാരണ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ എന്താണ് ഇത് നോമ്പിന്റെ സമയത്ത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേക ക്ഷീണോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുന്നില്ല. റോയൽ ഹോമിയോ സ്പെഷ്യാലിറ്റി സെന്റർ, ദ ഫൈനൽ വേർഡ് ഇൻ ഹോമിയോപ്പതി, കൊടശ്ശേരി, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.